ഇനി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വമ്പൻ തോൽവിയുടെ കാരണം അതെന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരുന്നുണ്ട്. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ച ഉണ്ടാകും. മുന്നണി മാറ്റം നീക്കം അത് തടഞ്ഞ റോഷി അഗസ്റ്റിൻ, പ്രമോദ് നാരായണൻ എന്നിവർക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചരിത്രത്തിലില്ലാത്ത വിധമുണ്ടായ പരാജയത്തിൽ നിന്ന് എങ്ങനെ തിരിച്ചു കയറാമെന്നതാണ് പ്രധാനമായും ആലോചിക്കുക. ജി ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഈ ഇടതുമുന്നണി ഇന്നലെ യോഗത്തിന് ശേഷം ജോസ് കെ മാണി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞത് ഞങ്ങൾ എങ്ങോട്ടുമില്ല, ജോസഫ് വിഭാഗം ക്ഷണിച്ചത് ഞങ്ങൾ എന്തോ പ്രശ്നത്തിലാണെന്ന് കരുതിയിട്ടാകാം, അതുകൊണ്ടായിരിക്കാം അവർ വിളിച്ചത് എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല എന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉണ്ടാകുന്ന വിമർശനങ്ങൾ എന്ന് ഉറപ്പാണ്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എൽദോ, ഇത് എല്ലാ പാർട്ടികളും ഇടതുപക്ഷത്തുള്ളത് കാര്യമായി തോറ്റു. അവിടെ കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. അതിനു മുൻപ് തന്നെ ഒരു മുന്നണി മാറ്റ നീക്കം നടന്നിരുന്നു. ആ മുന്നണി മാറ്റ നീക്കം തടഞ്ഞത് പ്രമോദ് നാരായണനും ഒപ്പം തന്നെ റോഷി അഗസ്റ്റിനും ചേർന്നുകൊണ്ടാണ്. കൂടെ എൻ ജയരാജൻ നിന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രമോദ് നാരായണനെതിരെയാണ് ഇതിലേറ്റവും വലിയ വിമർശനമുണ്ടത്. അങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണനെ ഇങ്ങനെ വിമർശനം തുറന്നുന്നയിക്കുകയും അതിന് പുറത്താക്കുകയൊക്കെ ചെയ്തത്. അതായത് കേരള കോൺഗ്രസ് എമ്മിൽ ഒരു വലിയ വികാരമുള്ളത് ഈ മുന്നണി മാറ്റം സാധ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ പാർട്ടി പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നില്ല. അപ്പോൾ ഈ പ്രതിസന്ധിക്ക് കാരണം പ്രമോദ് നാരായണനും റോഷി അഗസ്റ്റിനും ഒക്കെയാണ് എന്നുള്ളതാണ്. എന്തായാലും പ്രമോദ് നാരായണനെതിരെ ഒരുപക്ഷെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ കാണേണ്ടത്. അതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത. സാധാരണഗതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയിലൊരു ചർച്ചകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അതാണ് ഒരു പ്രാധാന്യമുള്ളത്. അവിടെ പക്ഷേ ജോസ് കെ മാണി ആദ്യം തന്നെ എന്തെങ്കിലും വിലക്കിടുമോ എന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അവർ തോറ്റ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് സിറ്റിംഗ് സീറ്റായിരുന്ന മണ്ഡലങ്ങളിൽ വലിയ കാര്യമായ തോൽവി അല്ല ഉണ്ടായത്. മറ്റ് പലയിടത്തും CPM ഏറ്റ അത്ര പോലും ഭൂരിപക്ഷത്തിലല്ല തോറ്റത് എന്നതൊരു ആശ്വാസം തന്നെയാണ്. പക്ഷേ അതൊന്നും പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത നിലയിലാണ്. ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്ന സാഹചര്യം. ശക്തി കേന്ദ്രങ്ങളാണ് പലതും എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഒന്നിൽ പോലും ജയിച്ചു കയറാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരെ അമ്പരപ്പിച്ചത്. എന്തായാലും എങ്ങനെയാണ് ഇനി തിരിച്ചു കയറേണ്ടി വരിക, എങ്ങനെ തിരിച്ച് സീറ്റുകളിലേക്കൊക്കെ എത്താൻ കഴിയും, ഭാവിയിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയം എന്ത് എന്നത് സംബന്ധിച്ചുള്ളൊരു പ്രാഥമിക ചർച്ചയെങ്കിലും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും നല്ല സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കൃത്യമായിട്ടുള്ള വിമർശനത്തിലുള്ള സാധ്യതയുണ്ട്. ജി ശ്രീജിത്താണ് കോട്ടയം വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.